നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാരതി ഖേത് മസ്ദൂർ യൂണിയൻ BKMUവിന്റെ നേതൃത്വത്തിൽ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. പാർപ്പിട ഉൽപാദന മേഖലകൾക്ക് ഊന്നൽ. മണലൂർ പഞ്ചായത്തിൽ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതി ഖേത് മസ്ദൂർ യൂണിയൻ BKMUവിന്റെ നേതൃത്വത്തിൽ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMU വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് വില്ലേജ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. BKMU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. AITUC നാട്ടിക മണ്ഡലം ട്രഷറർ രാജൻ പട്ടാട്ട്, CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം VC കിഷോർ, BKMU പഞ്ചായത്ത് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, കിസാൻ സഭ പഞ്ചായത്ത് സെക്രട്ടറി വിനു പട്ടാലി, പ്രസിഡന്റ് സുജിത് പുല്ലാട്ട്, AITUC പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹരിദാസ്, AIYF പഞ്ചായത്ത് സെക്രട്ടറി മുജീഷ് പനക്കൽ, BKMU നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം കണ്ണൻ വലപ്പാട് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, KV ഇന്ദുലാൽ, അഡ്വക്കേറ്റ് KJ യദുകൃഷ്ണ, ശാലിനി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഭാരതി ഖേത് മസ്ദൂർ യൂണിയൻ BKMUവിന്റെ നേതൃത്വത്തിൽ മണലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളികളുടെ പെൻഷനും അതിവർഷാനുകൂല്യവും കുടിശ്ശിക തീർത്ത് നൽകുക, കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിത പെൻഷൻ പാസാക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് മണലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. BKMU സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി MR മോഹനൻ, AITUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഹരിദാസ്, CPI ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സീത ഗണേഷ്, BKMU മേഖലാ സെക്രട്ടറി KK സെൻ എന്നിവർ സംസാരിച്ചു. PK മോഹനൻ, സ്മിജി ബിനോയ്, വിജയ ഹരിദാസ്, ഉഷ ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. കർഷക തൊഴിലാളി രംഗത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വർഗമാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ കർഷക തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പാടത്തും പറമ്പിലും പണിയെടുത്ത് ദീർഘകാലം പെൻഷൻ പറ്റിയ കർഷക തൊഴിലാളികൾക്ക് അവർക്ക് അർഹമാകേണ്ട പണം ഇതുവരെ ലഭ്യമാകാത്ത സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചത്. നാട്ടിക പഞ്ചായത്ത് കർഷക തൊഴിലാളി യൂണിയൻ BKMUവിന്റെ നേതൃത്വത്തിൽ നാട്ടിക വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ BKMU നാട്ടിക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KP ജോഷി ബാബു ഉദ്ഘാടനം ചെയ്തു. BKMU നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് TC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. BKMU നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി VV പ്രദീപ്, LDF നാട്ടിക പഞ്ചായത്ത് കൺവീനറും കിസാൻ സഭ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറിയുമായ വിജയരാഘവൻ തട്ടുപറമ്പിൽ, കിസാൻ സഭ നേതാവ് ENR കൃഷ്ണൻ, കേരള മഹിളാ സംഘം നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി രജനി അനിൽകുമാർ, AITUC നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ധർമ്മൻ അന്തിക്കാട്ട്, കർഷക തൊഴിലാളി നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC രാജൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC ജില്ലാ കമ്മിറ്റി അംഗം നാരായണൻ, കേരള മഹിളാ സംഘം മണ്ഡലം കമ്മിറ്റി അംഗം സീമ രാജൻ, നാട്ടികയിലെ സാംസ്കാരിക പ്രവർത്തകയായ VR പ്രഭ, CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സലാം പുളിയക്കലത്ത്, ജിജി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നസീർ അമ്പലത്തുവീട്ടിൽ, പ്രസാദ് ചെലിങ്ങാട്, നിർമ്മല കുട്ടപ്പൻ എന്നിവർ നേതൃത്വം നൽകി. കർഷക തൊഴിലാളി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമൂഹ്യ ക്ഷേമ സുരക്ഷാ സംവിധാനങ്ങൾ കേരളത്തിൽ ഉത്ഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ നടത്തി കർഷക തൊഴിലാളികൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ ഒരുപാട് കുറവുകൾ പരിഹരിക്കണമെന്ന് നിരവധിയായ സമര പോരാട്ടങ്ങളിലൂടെ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന ഫെഡറേഷൻ്റെ നേതാക്കളും ഈ ക്ഷേമനിധി ബോർഡിനും കേരള സർക്കാരും നിരവധിയായ നിവേദനങ്ങളും
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്തരാഖണ്ഡ് ബദരീനാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ദർശനം നടത്തി. കണ്ണൂർ ചന്ദനമന ഇല്ലം ഈശ്വരപ്രസാദ് രാവൽജിയാണ് മാതാവ് സുഭദ്ര അന്തർജനത്തിനൊപ്പം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയത്. ദിവാസ് ആലുക്കൽ, സോമൻ കൊല്ലാടിക്കൽ, ഗോപിനാഥ് വന്നേരി, വേണു, അജിത് നടുപറമ്പിൽ, കോയമ്പത്തൂർ ജഗദീശൻ നമ്പൂതിരി എന്നിവരും ഈശ്വരപ്രസാദിനൊപ്പം ഉണ്ടായിരുന്നു. ഈശ്വരപ്രസാദിനെ ദിവാസ് ആലുക്കൽ പൊന്നാടിയണിച്ച് സ്വീകരിച്ചു. മീനൂട്ട്, വെടിവഴിപാട് എന്നീ പ്രധാന വഴിപാടുകൾ നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രധാന പങ്ക് വഹിച്ച വലപ്പാട് GDM LP സ്കൂളും ഭരണഘടന പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കണം, ഭരണഘടന ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്നീ ആവശ്യങ്ങളുമായി സ്കൂൾ നടത്തിയ ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് സർക്കാർ തീരുമാനം. 2021 ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടന ആമുഖവും ഭരണഘടനയുടെ പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ചുമർ വിദ്യാലയത്തിൽ സ്ഥാപിച്ചത് ഭരണഘടനാ പ്രചാരണ രംഗത്ത് വഴിത്തിരിവായി. സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും GDM LP സ്കൂളിന്റെ മാതൃക പിന്തുടരുകയും ചെയ്തിരുന്നു. ഭരണഘടന പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തുകളും അയച്ചു. സമീപത്തെ അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലേക്ക് ഭരണഘടന സന്ദേശ മാർച്ച് നടത്തി. ഭരണഘടനയുടെ ആമുഖം അംഗനവാടികളിൽ സ്ഥാപിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനത്തെ തുടർന്ന് എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് സമേതം പദ്ധതി ഉൾപ്പെടുത്തി എല്ലാ വിദ്യാലയങ്ങളിലും GDM മോഡൽ ഭരണഘടന ചുമർ നടപ്പിലാക്കി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടന സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും GDM സ്കൂൾ ഭരണഘടനാ ചുമർ വിദ്യാലയങ്ങൾ മാതൃകയാക്കി ഭരണഘടന പരിചയത്തിനായി കൈപ്പുസ്തകവും ഈ വിദ്യാലയം തയ്യാറാക്കി. ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം KK പ്രഹർഷൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ CKB ജോയ്, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ RR സുബ്രഹ്മണ്യൻ, CB സുഭിത എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ഒരു അമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കണം. നമുക്ക് എല്ലാത്തിനുമുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് ഭരണഘടന അനുശാസിച്ച് തന്ന ഒരു കാര്യങ്ങളാണ്. അതുതന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള പോലെ നടക്കാം, ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം. ഇപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. ഇതൊക്കെ എനിക്ക് എൻ്റെ ഭരണഘടന അനുശാസിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഭരണഘടന അനുശാസിച്ച് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി മുതൽ എല്ലാവരും വളരെ തറമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസന സെമിനാറിൽ 2024-25 കരട് വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. 5,27,68,000 രൂപ സാധാരണ വിഹിതവും 1,66,56,000 രൂപ റോഡ് ഇതര മെയിൻ്റനൻസ് ഫണ്ടും ചേർത്ത് 6,94,24,000 രൂപ അടങ്കൽ വരുന്ന പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പാർപ്പിട മേഖലയ്ക്കും ഉൽപ്പാദന മേഖലയ്ക്കും പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് കുമാർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലിക ദേവൻ, ബ്ലോക്ക് അംഗങ്ങളായ V കല, ജൂബി പ്രദീപ്, വസന്ത ദേവലാൽ, സുധ KB, ഷൈൻ CR, ഇബ്രാഹിം പാടുവിങ്ങൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ജോളി വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റെജികുമാർ VS തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൃദയപൂർവ്വം DYFI പദ്ധതിയുടെ ഭാഗമായി DYFI വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ വിതരണം ചെയ്തു.
CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം VR ബാബു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി അരുൺ ശിവജി, സംഘാടക സമിതി ചെയർമാൻ TK രാഗേഷ് എന്നിവർ സംസാരിച്ചു. 5000-ഓളം പൊതിച്ചോറുകളാണ് ക്യാമ്പയിന്റെ ഭാഗമായി DYFI വലപ്പാട് മേഖലാ കമ്മിറ്റി സമാഹരിച്ചത്. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. മണലൂർ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ലേഡീസ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മണലൂർ പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സുർജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസൻ, വികസനകാര്യ ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിൻസി തോമസ്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി സാജു എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1982 SSLC ബാച്ച് കുടുംബസംഗമം നടത്തി. ഇക്കോവാസിന്റെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണർ CP സാലിഹിനെ ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് ഹൈസ്കൂളിലെ മുൻ പ്രധാനാധ്യാപകൻ K. ഗോവിന്ദൻ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിങ്ങളൊക്കെ ആയുരാരോഗ്യത്തോടെ, സമ്പൽ സമൃദ്ധിയോടെ, സമാധാനത്തോടെ നിരവധി കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിതിന് അവസരം നൽകിയിരുന്ന ഇതിൻ്റെ സംഘാടകർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വേദിക്ക് മുൻതൂക്കം നൽകിയ സാലിഹിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അദ്ദേഹത്തിന് എന്നും ഫേസ്ബുക്കിൽ നമ്മൾ ഏറ്റുമുട്ടാറുണ്ട്, അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് മുമ്പിൽ, നിങ്ങൾക്ക് മുമ്പിൽ, ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിരമിക്കുന്നു.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ടി.എൻ. പ്രതാപൻ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടായ 35 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കോട്ടത്തുകാവ് 46-ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണോദ്ഘാടനം ടി.എൻ. പ്രതാപൻ എം.പി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ഐ. സജിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സുമന ജോഷി, വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ.എം. മെഹബൂബ്, ബുഷ്ര അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കല ടീച്ചർ, ബഗീഷ് പൂരാടൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ I.S. അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, ഷൈജ കിഷോർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കുമിറ്റെ ജൂനിയർ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്ത നയന T.A.S.നെയും സംസ്ഥാന സെറ്റൽ സ്കൂൾ അത്ലറ്റ് മീറ്റിൽ 100, 200, 400 മീറ്ററിൽ ഗോൾഡ് മെഡൽ വിജയിയായ ആബിയ P.N.നെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് അറബിക് പദ്യപാരായണം ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ നെഹ്ല ഫാത്തിമയെയും 14-ാം വാർഡിനു വേണ്ടി ആദരിച്ചു. എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞത്. ഇതിനു മുൻപ് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ 9-ാം വാർഡിലെ അംഗൻവാടിക്ക് 23 ലക്ഷം രൂപ നൽകിയുണ്ടായി. ഈ 35ഉം 23ഉം കൂടി 58 ലക്ഷം രൂപ ഈ 2 അംഗൻവാടികൾക്ക് മാത്രമായി നമ്മുടെ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 3 ഹൈമാസ്റ്റ് ലൈറ്റുകൾ അടുത്ത ദിവസങ്ങളിലായി 3 ഹൈമാസ്റ്റ് ലൈറ്റുകൾ കൂടി ഈ പഞ്ചായത്തിൽ വെളിച്ചം പകരാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യപ്പെടും. ഇതിനെല്ലാം സന്തോഷമുണ്ട്. ഞാൻ MP എന്ന നിലയിൽ മാത്രമല്ല, ഞാൻ ഈ തളിക്കുളം പഞ്ചായത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരാളെന്ന നിലയിലും ഈ പഞ്ചായത്തിൽ ഞാൻ 7 കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. അന്ന് പഞ്ചായത്തിലെ കാലാവധി 7 കൊല്ലം കിട്ടി. EPI മോഹൻ മാഷ് പഞ്ചായത്ത് പ്രസിഡന്റും PB മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സന്ദർഭത്തിൽ അവർ 2 പേരും മരിച്ചുപോയി. ആ സന്ദർഭത്തിൽ ഞാൻ തളിക്കുളം 6-ാം വാർഡിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. 3 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന വാടാനപ്പള്ളി തളിക്കുളം അശ്വതിഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആനച്ചമയ പ്രദർശനത്തിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്ര മൈതാനിയിൽ നടന്ന ചടങ്ങ് വിജയൻ കൈമൾ ഉദ്ഘാടനം ചെയ്തു. മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ഷിനോദ് കുട്ടൻ പാറൻ, മധുസൂദനൻ പള്ളിയാന, മോഹൻദാസ് ഇത്തിക്കാട്, പീതാംബരൻ കുറുക്കംപരിയ, വിശ്വനാഥൻ പുലാക്കഴി, സാമി പട്ടരുപുരയ്ക്കൽ, KA തിലകൻ, വിജയൻ കൈമൾ, വേലായുധൻ ഇത്തിക്കാട്ട് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. തുടർന്ന് നൃത്തശില്പം അരങ്ങേറി. ആശ്രമത്തിൽ മാത്രം ദുഃഖം അലതല്ലുന്നു. വലപ്പാട് ചരുവിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, നാരായണീയ പാരായണം, നാഗക്കാവിൽ പാലും നൂറും എന്നീ ചടങ്ങുകൾക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് CK സദാശിവൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ CB രാജീവ്, സുഭാഷ് CG, CV കുട്ടൻ, മറ്റു കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ഈ മാസം 22-ന് തിങ്കളാഴ്ചയാണ് ഉത്സവം. 19, 20 തീയതികളിൽ രൂപക്കളവും 4-ാം ദിവസമായ 21-ന് വൈകിട്ട് പൊങ്കാല സമർപ്പണവും നടക്കും. വലപ്പാട് തിരുപ്പരഞ്ചേരി ഭഗവതി അശ്വതിഭരണി വേല ആഘോഷം 6-ാം ദിവസമായ ബുധനാഴ്ച പാലക്കാട് വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് നടന്നു. രാമായണത്തിലെ ആരണ്യകാണ്ഡമാണ് അവതരിപ്പിച്ചത്. അശ്വതി ദിവസമായ വ്യാഴാഴ്ച വൈകുന്നേരം 3:30-ന് പഞ്ചവാദ്യവും തുടർന്ന് നിറമാല, 3 ആനകളോട് കൂടിയ കാഴ്ചശീവേലി, പ്രസാദൂട്ട്, വൈകുന്നേരം നിറമാല, തിരുവാതിരക്കളി, നാട്യമയൂരി കലാക്ഷേത്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. തുടർന്ന് രാത്രി 12-ന് ഗുരുതിപൂജ, 1 മണിക്ക് വിളക്കെഴുന്നള്ളിപ്പ്, ഭരണി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ കൊടിയമ്പുഴ ദേവസ്വം വക പട്ടുസമർപ്പണം, കോതകുളം ബീച്ച് ഭരണിവേല ആഘോഷ കമ്മിറ്റി വക പൂരം, തുടർന്ന് ശ്രീ കറുകതല കാർത്തികേയൻ നേതൃത്വത്തിൽ പറയ സമുദായക്കാരുടെ വേല കഴിച്ചവും നടക്കും. സൂര്യോദയമായി നമുക്ക് തെക്കോട്ട് യാത്ര തുടരാം. ഇരുട്ട് കൂടി വരുന്നു. കൊടും വനമാണ്. യാത്ര തുടരാം സോദര. ഒരു സത്വം എന്നെ പിടിച്ചിരിക്കുന്നു. ഞാൻ ഇതിൽ അകപ്പെട്ടു. നീ അയോധ്യക്ക് മടങ്ങി പോവുക ലക്ഷ്മണ. ജ്യേഷ്ഠ, നമ്മൾ രണ്ടുപേരും ഒരു സത്വത്തിന്റെ കൈ അകപ്പെട്ടു എന്നറിഞ്ഞാൽ ലോകവാസികൾ ആരും വിശ്വസിക്കുകയില്ല. നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി വാളെടുത്ത് ഇതിന്റെ കരങ്ങളെ വെട്ടിമാറ്റാം ജ്യേഷ്ഠ. വലപ്പാട് ബീച്ച് ഇരിങ്ങത്തിരുത്തി ശ്രീ ഭദ്രകാളി നാഗദേവത ക്ഷേത്രത്തിൽ സർപ്പക്കളം നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, പന്തിരടി കലശാഭിഷേകം, നവകം കലശാഭിഷേകം, തുടർന്ന് സർപ്പങ്ങൾക്ക് 100 പാലും ഉച്ചപൂജ, ഉച്ചയ്ക്ക് അഷ്ടനാഗക്കളവും പാട്ടും, വൈകിട്ട് ദീപാരാധന, ഭഗവത് സേവ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സുധീഷ് ഭരതൻ ശാന്തി മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ബീച്ച് പുളിക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായി. ബുധനാഴ്ച പുലർച്ചെ മുതൽ ഗണപതി ഹോമം, ശിവലി എഴുന്നള്ളിപ്പ്, പ്രസാദവൂട്ട്, ഉച്ചതിരിഞ്ഞ് പകൽപൂരം എന്നിവ നടന്നു.
മേളത്തിന് തൃപ്രയാർ അണിയന്മാരാരും പഞ്ചവാദ്യത്തിന് തൃപ്രയാർ രമേശന്മാരാരും പ്രാമാണികത്വം വഹിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, വർണ്ണമഴ, തിരുവാതിരക്കളി, രാത്രി കലാപരിപാടികളും ഉറവിടം നാടൻ കലാസമിതിയുടെ ചിലമ്പൊലി നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരവും നടന്നു. രാത്രി തായമ്പക വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി ദർപ്പണം എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായൺകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷത്തിന് ക്ഷേത്ര സേവാ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സുനിൽ, സെക്രട്ടറി സോജൻ, ട്രഷറർ സുധർമ്മൻ എന്നിവർ നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര വടക്കുമുറി ചക്കിത്തറ ശ്രീ ഭഗവതി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും അഷ്ടപദ നവീകരണ കലശവും നടന്നു. രാവിലെ ഗുരുപൂജ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ബ്രഹ്മകലശപൂജ, ജീവകലശപൂജ, പഞ്ചവിംശതി കലശപൂജ, ഉപദേവ കലശപൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ഭഗവതി പ്രതിഷ്ഠയും ഉപദേവത പ്രതിഷ്ഠയും ക്ഷേത്രം തന്ത്രി സുനിൽ കുമാർ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് നടന്നത്. ക്ഷേത്രം മേൽശാന്തി രവികുമാർ കൂളത്ത് സഹകാർമ്മികനായിരുന്നു. തുടർന്ന് കലശാഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി CR സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് അരുന്ധതി രാമചന്ദ്രൻ, സെക്രട്ടറി CV അജിയൻ, ട്രഷറർ CS ശിവരാമൻ, നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ സുശീല PR, ചെയർമാൻ CR പവനൻ, ട്രഷറർ CN ഈശ്വർലാൽ എന്നിവർ നേതൃത്വം നൽകി.
നാട്ടിക താണിശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടപദ നവീകരണ കലശം നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ, പരികലശ മാഠി പ്രഭാത പൂജ, ബ്രഹ്മ കലശ അഭിഷേകം, നബരിവാസ പൂജ, ശ്രീഭൂതബലി, ആചാര്യ ദക്ഷിണ, അമൃതഭോജനം, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ വേണുഗോപാലൻ തട്ടുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി TR വിജയരാഘവൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 9 ക്ഷേത്ര മഹോത്സവം. പെരിങ്ങോട്ടുകര കിഴക്കുമുറി വേലേക്കാട്ട് മേച്ചേരി തമ്പുരാൻ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ മഹോത്സവം ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ നട തുറക്കൽ, അഷ്ടദ്രവ്യ ഗണപതി ഹവനം, ഉഷപൂജ, എതിർത്തുപൂജ, താളമേളങ്ങളോടെ ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് ശ്രീവലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഗുരുവായൂർ ഗോപി കണ്ണൻ ദേവിയുടെ തിടമ്പേറ്റി. തുടർന്ന് പഞ്ചവിംശതി കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയും അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് വേലേക്കാട്ട് രാജപ്പന്റെ വസതിയിൽ നിന്നും പട്ടുകുടകളുടെയും താലകളുടെയും കാളക്കളി, ചിന്തുപാട്ട്, നാദസ്വരം, പഞ്ചവാദ്യം എന്നിവയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പൂരം പുറപ്പാട് എഴുന്നള്ളി. ഗുരുവായൂർ ഗോപിക്കണ്ണൻ ദേവിയുടെ തിരമ്പേറ്റി. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തായമ്പക, വള്ളിവട്ടം, ഹരിഹരതനയ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭജന എന്നിവ ഉണ്ടായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി VR രാജപ്പൻ, ക്ഷേത്രം തന്ത്രി സന്തോഷ് CS, ക്ഷേത്രം മേൽശാന്തി സുധീഷ്, സിദ്ധൻ പറയങ്ങാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ജനുവരി 15 മുതൽ 25 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 18 വൈകിട്ട് ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറും. ജനുവരി 24 പള്ളിവേട്ട മഹോത്സവം. ഉത്സവത്തിൽ 7 ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. വൈകിട്ട് വർണ്ണമഴ, ശ്രീ രാജരാജേശ്വരി എൻഡോമെന്റ് വിതരണം, രാത്രി കോഴിക്കോട് രംഗഭാഷയുടെ മൂക്കുത്തി നാടകവും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ജനുവരി 21 ഗ്രാമപ്രദക്ഷിണം, 22 രാത്രി ഐവർ നാടകം, 23 ഉത്സവ ബലി എന്നിവ നടക്കും. ജനുവരി 25 ആറാട്ടോടെ ക്ഷേത്ര മഹോത്സവത്തിന് സമാപനം കുറിക്കും. ക്ഷേത്ര ഭാരവാഹികളായ V ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസ്, VK ശശിധരൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതി ഖേത് മസ്ദൂർ യൂണിയൻ BKMUവിന്റെ നേതൃത്വത്തിൽ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. പാർപ്പിട ഉൽപാദന മേഖലകൾക്ക് ഊന്നൽ. മണലൂർ പഞ്ചായത്തിൽ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.